ഇന്ന് നമുക്ക് കൂണുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കട്ടെ. നല്ല ഓയിസ്റ്റർ മഷ്റൂമാണ് കിട്ടിയിരിക്കുന്നത്. അത് കുഞ്ഞു കുഞ്ഞാക്കി അരിയുക. പിന്നെ നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുക, വേപ്പിലിടുക, പിന്നെ പച്ചമുളക് അരിഞ്ഞിടുക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളൂ കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇടുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒന്ന് ചെറുതായിട്ടെല്ലാം വഴറ്റുക. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ചേർത്തുള്ളൂ, 1 ടീസ്പൂൺ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഈ മഷ്റൂമും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാനിവിടെ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ആ കയ്യിലുകൊണ്ട് തന്നെ നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, എന്നാലേ അത് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഓരോന്നും എടുത്ത് ഇതേപോലെ കൈയിൽ തന്നെ വെച്ച് ഷേപ്പാക്കി എടുത്തു. പിന്നെ അത് മുട്ടയുടെ വെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടി കവർ ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പുറം തിരിച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ കട്ട്ലറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കില്ലേ, ചിക്കൻ കട്ട്ലറ്റിനേക്കാളൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.